ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ രീതിയിലുള്ള കൊഴുവ തോരൻ തയ്യാറാക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല ഈസിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ മീൻ തോരൻ വെക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയ കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ തോരന് ആവശ്യമുള്ള തേങ്ങാക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികം ആവണ്ട, 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഈ കൂട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്നും ചതച്ചെടുക്കുന്നില്ല. ഈ രീതിയിൽ കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മീൻ തോരനുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് അളവിൽ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൂട്ട് എണ്ണയിൽ കിടന്നിട്ട് 2 മിനിറ്റോളം വഴണ്ടി വരണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും. അതിനുശേഷം നമുക്കിതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൊഴുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഴുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മീൻ പീര തയ്യാറാക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ഇതുപോലത്തെ ചെറിയ കൊഴുവയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കൊഴുവയാണെന്നുണ്ടെങ്കിൽ നല്ല നെയ്യും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2-3 ചെറിയ കഷ്ണം കുടംപുളിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് കൊഴുവ പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും, ആ പുളിയൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും. നമ്മൾ കുടംപുളി ഇതിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരിയൊരു പുളി മതി, അധികം പുളി വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം തക്കാളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഴുവയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് കൊഴുവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പോ പുളിയോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ കൊഴുവ തോരൻ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചൂട് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്